കേരളത്തിലെ സ്വർണ്ണ വിപണി വീണ്ടും നിർണായക വഴിത്തിരിവിൽ. ഹായ്, ദിവസേന വരുന്ന ഗോൾഡ് റേറ്റ്, ഗോൾഡ് സംബന്ധമായ വാർത്തകൾ, ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളിലെ പുതുപുത്തൻ കളക്ഷനുകൾ, സ്വർണം വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന ടിപ്സുകളും ട്രിക്കുകളും. ഇനി ഇതെല്ലാം ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. യെല്ലോ മെറ്റൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ. ശ്രദ്ധിക്കുക, രാവിലെ ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് സ്വർണ്ണവില. അതിനാൽ ഇതേ ദിവസം വിലയിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഒരു പവൻ വില 1 ലക്ഷം കടന്ന് 1,31,000 എന്ന റെക്കോർഡിൽ എത്തിയതിന് പിന്നാലെ ഇപ്പോൾ വൻ ഇടിവിന്റെ സാധ്യതകളാണ് ചർച്ചയാകുന്നത്. ചില വിപണി വിലയിരുത്തലുകൾ പ്രകാരം 30% മുതൽ 40% വരെ വില കുറയാമെന്ന പ്രവചനവും ഉയരുന്നുണ്ട്. സ്വർണ്ണവിലയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ പ്രധാന കാരണം ആഗോള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളായിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധവും മിഡിൽ ഈസ്റ്റിലെ അനിശ്ചിതത്വവും നിക്ഷേപകരെ സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. ഡോളറിന്റെ മൂല്യത്തിലെ മാറ്റങ്ങളും വില കുത്തനെ ഉയരാൻ കാരണമായി. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറുന്ന സൂചനകളാണ് ലഭിക്കുന്നത്. റഷ്യ വീണ്ടും അമേരിക്കയുമായി വ്യാപാര ബന്ധം ശക്തമാക്കാനും US ഡോളറിൽ ഇടപാടുകൾക്ക് മടങ്ങാനും ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വിപണിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പുതിയ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകൾ ശക്തമായതെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യ ഡോളറിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഡി ഡോളറൈസേഷൻ ശ്രമങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകാം. ബ്രിക്സ് രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും സ്വന്തം കറൻസികളിലും സ്വർണത്തിലുമായിരുന്നു വ്യാപാര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിയതും വില ഉയരാൻ കാരണമായി. എന്നാൽ ഈ പ്രവണത മാറുകയാണെങ്കിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയാനും വില ഇടിയാനും സാധ്യതയുണ്ട്. ഇതോടൊപ്പം അമേരിക്കയിലെ ഉയർന്ന പണപ്പെരുപ്പവും ഫെഡറൽ റിസർവിന്റെ പലിശ നയങ്ങളും നിർണായകമാണ്. പലിശ നിരക്കുകൾ കുറയാതെ തുടരുകയാണെങ്കിൽ ഡോളർ കരുത്താർജിക്കുകയും സ്വർണ്ണവിലയ്ക്ക് സമ്മർദ്ദം നേരിടേണ്ടി വരികയും ചെയ്യും. ചില വിലയിരുത്തലുകൾ പ്രകാരം അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് $3,000 നിലവാരത്തിലേക്ക് സ്വർണ്ണവില സ്ഥിരപ്പെടാനാണ് സാധ്യത. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയിൽ 10 ഗ്രാം സ്വർണ്ണവില 90,000 മുതൽ 1 ലക്ഷം വരെ മാറാം. എങ്കിലും എല്ലാ വിദഗ്ധരും ഇടിവ് ദീർഘകാലം തുടരുമെന്ന് പറയുന്നില്ല. BCA റിസർച്ച് റിപ്പോർട്ട് പ്രകാരം ഇത് താൽക്കാലിക തിരുത്തൽ മാത്രമായിരിക്കും. ലാഭമെടുപ്പിന്റെ ഭാഗമായുള്ള വിലയിടിവ് സ്വാഭാവികമാണ്. ചരിത്രപരമായി ഇത്തരം തിരുത്തലുകൾ ചില ദിവസങ്ങളിൽ നിന്നും 6 മാസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. ചിലപ്പോൾ പഴയ റെക്കോർഡ് നിലവാരത്തിലെത്താൻ 1 വർഷം വരെ എടുക്കാം. ചുരുക്കത്തിൽ സ്വർണ്ണ വിപണി ഇപ്പോൾ വലിയ അനിശ്ചിതത്വ ഘട്ടത്തിലാണ്. ഉപഭോക്താക്കൾക്ക് വില കുറയുന്നത് ആശ്വാസമാകുമ്പോൾ ഉയർന്ന വിലയിൽ വാങ്ങിയ നിക്ഷേപകർക്ക് അത് വെല്ലുവിളിയാണ്. അതിനാൽ ആവേശപൂർവമായ തീരുമാനങ്ങൾ ഒഴിവാക്കി ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് കരുതലോടെ നീങ്ങുന്നതാണ് ഉചിതം. കൂടുതൽ വിശകലനങ്ങൾക്കും സ്വർണ്ണവില അപ്ഡേറ്റുകൾക്കുമായി യെല്ലോ മെറ്റൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Yellow Metal, the trusted jewelry bazaar.